ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പഫ് സ്ലീവ് സ്ട്രെയിറ്റ് കട്ട് കുർത്തിയാണ് ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുർത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. 2.5 മീറ്ററിൻ്റെ കോട്ടൻ്റെ മെറ്റീരിയൽ. ഇത് മീറ്ററിന് 140 രൂപയാണ് വില വരുന്നത്. പിന്നെ ഇതിന് ചേരുന്ന ലൈനിങ്ങും ഞാൻ കോട്ടൻ്റെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുർത്തി എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ക്ലോത്ത് ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. നമുക്കിത് രണ്ടാക്കി ഒന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ലെങ്ത്ത് വൈസിലാണ് നമ്മളിവിടെ രണ്ടാക്കി മടക്കിയെടുക്കുന്നത്. അപ്പോൾ ആ താഴത്തെ ഭാഗത്തുനിന്ന് ഇതുപോലെ നമ്മളിവിടെ ക്ലോത്ത് രണ്ടാക്കി മടക്കിയെടുക്കാം. അപ്പോൾ മുകൾ ഭാഗത്ത് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്, താഴത്തെ ഭാഗത്താണ് ഫോൾഡ് സൈഡ് വരുന്നത്. ഇനി നമുക്ക് സ്ലിറ്റ് വരുന്ന ഭാഗത്തെ അളവാണ് നമുക്ക് അറിയേണ്ടത്. അതായത് ഹിപ്പ് സൈസ്. എനിക്കിവിടെ 42 ഇഞ്ചാണ് എൻ്റെ ഹിപ്പ് സൈസ് വരുന്നത്. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് 1 ഇഞ്ചാണ്, നമ്മൾ ആ സ്ലിറ്റിൻ്റെ ഭാഗത്ത് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇടുന്നത്. അപ്പോൾ 11.5 ഇഞ്ചിൻ്റെ കൂടെ ഞാനൊരു 1/2 ഇഞ്ചും കൂടി കൂട്ടി ഒരു 12 ഇഞ്ചിൽ ഞാനിവിടെ വീതിയുടെ ഭാഗത്തേക്ക് ഈ ക്ലോത്ത് ഞാനിവിടെ മടക്കിയിട്ട് കൊടുത്തു. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യുക, നമ്മൾ 12 ഇഞ്ചിൽ തന്നെയാണോ മടക്കിയിട്ടതെന്ന്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ് വരുന്നത്. ഇപ്പുറത്തെ സൈഡിൽ 4 ഇതുപോലത്തെ പീസാണ് നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ലെങ്ത്ത് എടുക്കുന്നത് 43.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 45 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ആ പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റാണ്. അപ്പോൾ മുകളിൽ നിന്നും ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ എനിക്കിവിടെ വരുന്നത് 6.25 ഇഞ്ചാണ്. അത് ഞാനവിടെ മാർക്ക് ചെയ്തു. 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ആം ഹോൾ മാർക്ക് ചെയ്യുക. ആം ഹോൾ എനിക്കിവിടെ വരുന്നത് 7 ഇഞ്ചാണ്. അത് ഞാനവിടെ മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഇനി ആം ഹോൾ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ചെസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വിഡ്ത്ത് ഇവിടെ വരുന്നത് എനിക്ക് 40 ഇഞ്ചാണ്. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ 10 ഇഞ്ചാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ തയ്യൽ തുമ്പ് ഞാനിവിടെ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 11.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം മുകളിൽ നിന്നും താഴേക്ക് ടേപ്പ് പിടിച്ച് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 14.5 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത്. വീണ്ടും താഴേക്ക് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നു. 21 ഇഞ്ചാണ് സ്ലിറ്റ് ലെങ്ത്ത് വരുന്നത്. വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ വരുന്നത് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാനിവിടെ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ബാക്ക് സൈഡിൽ ടക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ 1/2 ഇഞ്ചോളം ഞാൻ കൂടുതൽ എടുത്തിട്ട് ഞാൻ 2 ഇഞ്ചിലാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാനിവിടെ 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് എടുത്തു. അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്തും നമ്മൾ 1.5 ഇഞ്ചാണ് എടുത്തത്. ആ ഭാഗത്തും നമ്മൾ 1/2 ഇഞ്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. സ്ലിറ്റ് വിഡ്ത്ത് വരുന്നത് 10.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ചാണ് നമ്മൾ സ്ലിറ്റിനെ മാർക്ക് ചെയ്യുന്നത്. 11.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തു. ഇനി നമ്മൾ ഈ 3 പോയിൻറ്റ്സ് നമ്മൾ യോജിപ്പിച്ച് വരച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചെസ്റ്റ് വിഡ്ത്ത് നമ്മൾ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് അവിടെയും 1/2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കാം. നമുക്ക് ബാക്ക് സൈഡിൽ വേണമെങ്കിൽ ഇൻവിസിബിൾ സിബ് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇൻവിസിബിൾ സിബ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ടക്കിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ 3 പോയിൻറ്റ്സും യോജിപ്പിച്ച് വരച്ചെടുക്കാം. സ്ട്രെയിറ്റ് കട്ട് കുർത്തിയിൽ നമ്മൾ സ്ലിറ്റിന് വിഡ്ത്ത് എത്രയാണ് എടുത്തത് അതേ സെയിം അളവ് തന്നെയാണ് താഴത്തെ ബോട്ടത്തിൻ്റെ അളവ് വരുന്നത്. 11.5 ഇഞ്ചാണ് എടുത്തത്. അതേ സെയിം അളവ് തന്നെ നമ്മൾ 11.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. നമ്മൾ സാധാരണ നമ്മളൊരു കുർത്തി ചെയ്യുമ്പോൾ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് ഇവിടെ ബോട്ടം ഭാഗത്തു നിന്ന് മാർക്ക് ചെയ്യാറുണ്ട്. ആ മാർക്കിങ് നമുക്കിവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ആ സ്ലിറ്റിൻ്റെ വിഡ്ത്തിൻ്റെ ആ ഭാഗത്ത് നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക. നമ്മൾ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എത്രയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അത് തന്നെയാണ് താഴത്ത് നമ്മൾ ബോട്ടത്തിൻ്റെ വിഡ്ത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ എനിക്കിവിടെ വരുന്നത് 1.5 ഇഞ്ചാണ്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് ആം ഹോളിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ കർവ് ഷേപ്പ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാക്ക് ആം ഹോൾ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചിരിച്ച് ഒരു ഷോൾഡറിൻ്റെ സ്ലോപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ നെക്ക് ഞാൻ ക്യാൻവാസിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് ഈ ഭാഗത്ത് കൂടെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള പീസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം, ഫ്രണ്ടും ബാക്കും.
ഇപ്പോൾ നമ്മളിവിടെ ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫ്രണ്ട് പാർട്ടിലുള്ള ആം ഹോളിൻ്റെ ഭാഗത്ത് നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്ത് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. സ്ലീവ് ഞാനിവിടെ പഫ് സ്ലീവാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 പീസ് ക്ലോത്താണ്, അത് ഇതുപോലെ രണ്ടാക്കി ഞാൻ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആം ഹോൾ കർവ് വരുന്നത് 9.5 ഇഞ്ചാണ്. ഇപ്പോൾ പഫിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അത് 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്ത ഭാഗത്തു നിന്ന് നമുക്ക് എത്രയാണ് സ്ലീവിന് നീളം വേണ്ടത് അത് നമ്മൾ മാർക്ക് ചെയ്യുക. ഞാനിവിടെ 13 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് 14.5 ഇഞ്ചിലാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി സ്ലീവിൻ്റെ കൈവണ്ണം 5.25 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് 6.25 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ക്ലോത്തിൻ്റെ ഓപ്പണായ ഭാഗത്തു നിന്ന് നമ്മൾ ആം ഹോൾ ഷേപ്പ് മാർക്ക് ചെയ്യുക 3.5 ഇഞ്ച്. ആ ലൈൻ വരച്ച ഭാഗത്തു നിന്ന് 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ സ്ലീവിൻ്റെ മാർക്കിങ്ങിൽ കുറച്ച് ഭാഗം എൻ്റെ നിന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് കണ്ടു നോക്കിയാൽ മതി. നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്നും നമ്മൾ വളച്ച് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ അറ്റത്ത് നിന്ന് നമ്മൾ 5 ഇഞ്ചിലേക്ക് നമ്മൾ വളച്ച് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇനി ആ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ 5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിലാണ് നമുക്ക് ചെറിയ ഞെറികൾ ഇട്ട് കൊടുക്കാനുള്ളത്. അവിടെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയും വരെ നമുക്ക് ചെറിയ ഞെറികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അവിടെയും കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ സ്ലീവ് ഓപ്പൺ ചെയ്യുക. സ്ലീവ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് ഒന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു സൈഡ് മാത്രം നമ്മളിവിടെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തിട്ട് ആ ഭാഗത്തും ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ക്യാൻവാസ് 2 മടക്കി ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാനിതിൽ നെക്ക് വെടുത്ത് എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 6 ഇഞ്ചാണ്. ഇവിടെ ഞാൻ ആലില ഷേപ്പുള്ള ഒരു നെക്കാണ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ ഒരു ബോക്സ് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 3.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. നമുക്ക് ആലില ഷേപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് നെക്ക് മാർക്ക് ചെയ്യുന്നവർ ഒരു പേപ്പറിൽ മാർക്ക് ചെയ്തതിന് ശേഷം ക്യാൻവാസിലേക്ക് മാർക്ക് ചെയ്തെടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ നെക്ക് അവിടെ മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം തൊട്ടിപ്പുറത്ത് നിന്ന് 1 ഇഞ്ച് ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം നമ്മളിവിടെ യോജിപ്പിച്ച് വരച്ചെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നെക്കിൻ്റെ ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നൊക്കെ കുത്തിയിട്ട് വേണം നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പിലുള്ള ഒരു നെക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഞാനിവിടെ ലൈനിങ് പീസും ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ട് ആ നെക്കിൻ്റെ ഭാഗത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 1/4 ഇഞ്ചോളം അവിടെ നിർത്തിയതിന് ശേഷം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഞാനിവിടെ നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കട്ടിങ്സ് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇട്ട് കൊടുക്കുക. ആ സെൻറ്ററിലും ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ ഈ ക്യാൻവാസ് ബാക്ക് സൈഡിലേക്ക് നമ്മൾ തിരിച്ച് ഇട്ട് കൊടുക്കുക. ഈ നെക്കിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിൽ നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം. ഞാനിവിടെ ക്യാൻവാസിലല്ല നെക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ നെക്ക് എടുത്ത് എടുക്കുമ്പോൾ ഒരു 3 ഇഞ്ച് ഞാൻ 3.5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിന് എടുത്തത്. ഇവിടെ ഒരു 3 ഇഞ്ച് എടുത്താൽ മതി. നമ്മൾ ബാക്കിൽ ക്യാൻവാസ് വെക്കാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ചെടുക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് 3.5 ഇഞ്ചായി മാറിക്കോളും. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ബോക്സ് ഷേപ്പ് വരച്ചെടുത്തു. അതിനുശേഷം ഒരു യൂനെക്ക് വരച്ച് ഞാനിവിടെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ മുകളിലേക്ക് ഈ ലൈനിങ് പീസ് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു. ബാക്കിയുള്ള പീസ് നമ്മളൊരു 1/4 ഇഞ്ചോളം നിർത്തിയിട്ട് ബാക്കി പീസ് കട്ട് ചെയ്ത് മാറ്റുക. ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ലൈനിങ് ക്ലോത്ത് ബാക്ക് സൈഡിലേക്ക് തിരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ടക്ക് ചെയ്തെടുക്കാനായിട്ട് ഈ ബാക്ക് പീസ് 2 ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടക്കിന് വേണ്ടിയിട്ടുള്ള അളവുകൾ മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു 4 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഒരു 4 ഇഞ്ചോളം ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ സ്ലിറ്റിനേക്കാളും കുറച്ചും കൂടി മുകളിലാണ് നമ്മുടെ ടക്ക് നിൽക്കേണ്ടത്. ആ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യുക. ഒരു 4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 11.5 ഇഞ്ച് 10 ഇഞ്ച് ഒക്കെ മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു 10 ഇഞ്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ 4 ഇഞ്ച് വരുന്ന ഭാഗത്ത് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്തു മുകളിൽ നിന്നും. അതിനുശേഷം നമ്മൾ ആ 10 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് താഴേക്ക് നമുക്ക് എന്തോരം ടക്കിന് ലെങ്ത്ത് വേണം അതനുസരിച്ച് മാർക്ക് ചെയ്യുക. ഞാനിവിടെ ഒരു 7.5 ഇഞ്ചോളം ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു ലൈൻ വരച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ലൈൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഞാനിവിടെ മാർക്ക് ചെയ്തു. ടേപ്പ് വളച്ച് പിടിച്ച് സെൻറ്റർ ഭാഗം ഞാനിവിടെ മാർക്ക് ചെയ്തു. ആ സെൻറ്റർ ഭാഗത്തിൻ്റെ 2 സൈഡിലേക്കും ഒരു 1/4 ഇഞ്ചോളം നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ആ മുകളിൽ നിന്നും താഴെ നിന്നും നമ്മൾ ഈ സെൻറ്റർ ഭാഗത്തേക്ക് സ്കെയിൽ വെച്ച് ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ ചെരിച്ച് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡിൽ നമ്മളിവിടെ ടക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ട്രേസിംഗ് വീൽ ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലൗസിൻ്റെ ടക്ക് മാർക്ക് ചെയ്യുന്ന ആ ട്രേസിംഗ് വീൽ ഉണ്ടെങ്കിൽ ട്രേസിംഗ് വീൽ വെച്ച് അമർത്തി നമ്മൾ മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലോത്ത് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ 2ആക്കി ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് അതിൻ്റെ മാർക്കിങ് വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അവിടെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനത് ആ ഭാഗത്തേക്ക് വന്നിരിക്കുന്ന ആ മാർക്കിങ് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ടക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത ആ 2 സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചു കൊടുക്കുക. 2 കൈ കൊണ്ടും നമ്മൾ ഈ ടക്ക് പിടിച്ചതിന് ശേഷം നമ്മൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 2 സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ട് നോക്കിയാൽ നമുക്ക് പ്രിൻറ്റഡ് ക്ലോത്ത് ആയതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റില്ല. നമ്മൾ ആ ഭാഗം ഒന്ന് അയൺ ചെയ്തും കൂടി എടുക്കുക. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക് പാർട്ട് ഇവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ട് കറക്റ്റായിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. ഇനി സ്ലീവിൽ പഫ് ചെയ്തെടുക്കാനായിട്ട് സ്ലീവ് ഇവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ അവിടെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മളൊരു ചെറിയ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് മെഷീനിൽ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ത്രെഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വലിച്ച് കൊണ്ടുവരിക. അപ്പോൾ താഴെയുള്ള ത്രെഡാണ് നമ്മൾ വലിച്ച് 2 സൈഡിൽ നിന്ന് ഇതുപോലെ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ചെറിയ പഫ് ഇവിടെ കിട്ടും. അപ്പോൾ ഞാനിവിടെ അതുപോലെ ത്രെഡ് 2 സൈഡിൽ നിന്ന് വലിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ പഫ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവിൻ്റെ താഴത്തെ വശം ഞാനിവിടെ 2ആക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് നെക്കും നമ്മളിവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശവും കുർത്തിയുടെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ആ പഫ് ആ ഞെറി പോവാതെ നോക്കണം. ആ ഞെറിയുടെ നമ്മൾ ആ ഞെറിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഇതിൻ്റെ മുകളിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്ലീവ് 2 സ്ലീവും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. താഴത്തെ വശം 2ആക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കുർത്തി കിട്ടിയിരിക്കുന്നത്. നമുക്കിത് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.